നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മൈഥിലി, എന്റെ ഒരു അപേക്ഷ, നീ ഈ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ഏതൊരു പെൺകുഞ്ഞും അവളുടെ അമ്മയോടൊപ്പാ താമസിക്കേണ്ടത്. എന്റെ കുഞ്ഞ് എന്നോടൊപ്പം താമസിക്കും. മോളെ, രാജലക്ഷ്മി, വിഷമിക്കാതെ. ഞാനൊരു ഓപ്ഷൻ പറയാം. കുഞ്ഞു മൈഥിലിക്കൊപ്പം തന്നെ താമസിക്കട്ടെ. ഈ നടപടി പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. വാ. ഇനി എന്ത് ചെയ്യും കാർത്തിയേട്ട? ഇവളിങ്ങനെയൊക്കെ പറഞ്ഞു. സമാധാനപൂർവ്വം ഈ പ്രശ്നം പരിഹരിക്കണം. കാരണം ഇത് കോടതി ഉത്തരവാ. നീ വാ. സമയം പോവുക. എന്റെ കുഞ്ഞിനെ ഇതാ. കുഞ്ഞിനെ ഞാൻ തരില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും. മുത്തശ്ശി, മീനാക്ഷി, അവളോട് വഴക്കിട്ടിട്ട് കാര്യമില്ല. അതെ, കോർട്ട് ഓർഡറാ. കോടതി ഉത്തരവ് ആരായാലും അംഗീകരിച്ചേ പറ്റൂ. പിന്നെ നമ്മൾ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നത്? ഇപ്പോ പന്ത് അവളുടെ കോർട്ടില്. അവള് പറയും പോലെ നമ്മൾ അനുസരിക്കേണ്ടി വരും. കണ്ടവള് നമ്മളെ പൂട്ടി അല്ലേടാ. വയ്യാവേലി വലിച്ചു വെച്ചപ്പോഴേ ഓർക്കണമായിരുന്നു. ഇതിങ്ങനെ ലാഗടിപ്പിച്ച് സമയം കളയല്ലേ. ഞങ്ങൾക്ക് ഒത്തിരി ജോലി തിരക്കുള്ള. ആ കുഞ്ഞിനെ ഇവരുടെ കൈ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് പോവായിരുന്നു. കുഞ്ഞിനെ ഇങ്ങോട്ട് താടി. ദേ, എടി പൊടി എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട. വേണ്ടെങ്കി വേണ്ട. മാഡം, എന്റെ കുഞ്ഞിനെ ഇങ്ങ് താ. തൽക്കാലം കൊടുത്തേക്ക് മോളെ. പുറകെ നമുക്ക് നിയമപരമായി പോരാടാം. ഇല്ലമ്മേ, ഇപ്പൊ കൊടുത്തേക്ക്. ചെന്ന് കുട്ടിയെ വാങ്ങിക്കും മേഡം. കണ്ണീര് തൂവിയതൊക്കെ മതിയടി. ഇങ്ങോട്ട് കൊണ്ടുപോവാ കുഞ്ഞിനെ. എന്റെ കുഞ്ഞ്. നിന്നെ ഞാൻ അടങ്ങ്, ബഹളം ഉണ്ടാക്കാതെ. എല്ലാ അർത്ഥത്തിലും നമ്മളിവിടെ ബലഹീനരാണ്. ഒന്നുകിൽ ഞാൻ അവളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെയും കൊല്ലും. അമ്മേ, ഇത് കോടതിയിൽ നിന്ന് അവള് വാങ്ങിയ ഉത്തരവാ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥന്. അമ്മ അതൊന്ന് മനസ്സിലാക്കണം. എന്റെ ദേവി മഹാമായ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ. എന്റെ ദേവി, ഞാൻ ഇന്ന് വരെ ആരുടെ മുമ്പ് തല കുനിച്ചിട്ടില്ല. തല കുനിക്കാനുള്ള അവസരം നീ എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരാളുടെ മുമ്പിൽ തല കുനിക്കാൻ പോവുക. ഒരു പെണ്ണിനോട് കുറെ കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ. മൈഥിലി,
ഇതെല്ലാം ദൗർബല്യം. ദയവ് ചെയ്ത് നീ ഇതിനെ കൊണ്ടുപോകരുത്. ഒരമ്മയുടെ വാത്സല്യത്തെ പറ്റി ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ദൗർബല്യം എനിക്കല്ലേ ഇവളോട്. അതുകൊണ്ട് ഞാൻ ഇവളെ അങ്ങ് എടുക്ക്. മൈഥിലി, എന്റെ ഒരു അപേക്ഷ, നീ ഈ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ഏതൊരു പെൺകുഞ്ഞും അവളുടെ അമ്മയോടൊപ്പാ താമസിക്കേണ്ടത്. എന്റെ കുഞ്ഞ് എന്നോടൊപ്പം താമസിക്കും. മോളെ, രാജലക്ഷ്മി, വിഷമിക്കാതെ ഞാനൊരു ഓപ്ഷൻ പറയാം. കുഞ്ഞു മൈഥിലിക്കൊപ്പം തന്നെ താമസിക്കട്ടെ. മൈഥിലി ചെമ്പകമംഗലത്ത് താമസിച്ചാ പോരെ? അയ്യോ, അതൊക്കെ ചെമ്പകമംഗലത്തെ നേത്യാരമ്മമാർക്ക് സ്വീകാര്യമാവൂ? എനിക്ക് സന്തോഷമാണ്. ഇവളുണ്ടെങ്കിൽ ചെമ്പകമംഗലത്ത് എന്നും യുദ്ധം ഉണ്ടാവുള്ളൂ. എനിക്ക് യുദ്ധം കാണാൻ വലിയ ഇഷ്ടം. എന്താ ഞാൻ ചോദിച്ചതിന് ആർക്കും മറുപടിയില്ലേ? മുത്തശ്ശൻ പറഞ്ഞ ഓപ്ഷൻ എല്ലാവർക്കും സ്വീകാര്യമാവുമെന്ന്. സ്വീകാര്യമാവും. ചെമ്പകമംഗലത്തിന്റെ ഒരു ഗതികേടെ. ആ വ്യവസ്ഥ ഞാൻ അംഗീകരിക്കാം, പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇത്രയും നാള് ഞാൻ ചെമ്പകമംഗലത്ത് തുടർന്നത് വലിഞ്ഞു കയറി വന്ന ഒരു അഭയാർത്ഥിയെ പോലെയായിരുന്നു. ഇനി മുതൽ അത് പാടില്ല. ആ, അത് ന്യായം. ഇനി മുതൽ ചെമ്പകമംഗലത്തെ വാതുക്കല് ഒരു കസേരയിട്ടങ്ങ് ഇരുന്നോണം. അല്ല, പെട്ടെന്ന് ബോധം പോയി എന്തോ പറഞ്ഞതാ. ഇത് അമ്പലമല്ലേ? എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല. എനിക്ക് അർഹമായ സ്ഥാനം ചെമ്പകമംഗലത്ത് വേണം. എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും അവിടെ ഉണ്ടായ ആ നിമിഷം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകും. ഒരു വീടാകുമ്പോ അഭിപ്രായവും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും. അതൊന്നും എന്നോട് പാടില്ല. എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണം. സമ്മതിച്ചോ? സമ്മതിച്ചു. വാക്ക് വാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.